السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇസ്ലാമിൻ്റെ അഖീദ വിശ്വാസകാര്യങ്ങൾ പഠിക്കുന്നതിൽ നാം പഠിക്കുന്ന കിതാബ് ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാ എഴുതിയിട്ടുള്ള അഖീദത്തു തൗഹീദ് എന്ന ഗ്രന്ഥമാണ്. അതിൽ റുബൂബിയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ തൗഹീദിൻ്റെ ഇനങ്ങളിൽ റുബൂബിയത്തിൻ്റെ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ചർച്ചകളിൽ 5-ാമത്തെ ഫസ്ലാണ് നമുക്കൊന്ന് വായിക്കാനുള്ളത്. റുബൂബിയത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ആശയം എന്താണ്, റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്, റുബൂബിയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അതിലുള്ള വിശ്വാസം എങ്ങനെയാണ് എന്നീ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം അടുത്ത ബാബ് ഉലൂഹിയത്താണ്, തൗഹീദുൽ ഉലൂഹിയയിലാണ്. അപ്പോൾ ആ തൗഹീദുൽ ഉലൂഹിയത്തിലേക്ക് റുബൂബിയത്തിൻ്റെ ബന്ധം എന്താണ് എന്നറിയിക്കുന്ന ഫസ്ലാണ് അൽ ഫസ്ലുൽ ഖാമിസ് ഫി ബയാനി ഇസ്തിൽസാമി തൗഹീദുർ റുബൂബിയ്യത്തി ലി തൗഹീദുൽ ഉലൂഹിയ്യ. തൗഹീദുർ റുബൂബിയ്യ എന്നുള്ളത് തൗഹീദുൽ ഉലൂഹിയത്തിനെ നിർബന്ധമാക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഉറപ്പിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചില വിശദീകരണങ്ങളാണ് പറയുന്നത്. അഥവാ റുബൂബിയത്ത് എന്നുള്ളത് ഉലൂഹിയത്തിനെ ലാസിമാക്കുന്നു, അഥവാ എന്തായാലും വേണ്ട കാര്യമാക്കി മാറ്റുന്നു. അതിനെ വിശദീകരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഷെയ്ഖ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വായിക്കാം. വമഅന ദാലിക്, ഈ പറഞ്ഞതിൻ്റെ ആശയം, അഥവാ റുബൂബിയത്ത് ഉലൂഹിയത്തിനെ സ്ഥാപിക്കുന്നു എന്നതിൻ്റെ ആശയം, അന്നമൻ അഖറ ബി തൗഹീദുർ റുബൂബിയ്യത്തി ലില്ലാഹി, ആരാണോ അള്ളാഹുവിന് റുബൂബിയത്തിലെ തൗഹീദ് അംഗീകരിച്ചു കൊടുക്കുന്നത്, അഥവാ അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് മാലിക്, അള്ളാഹുവാണ് മുദബ്ബിർ അഥവാ സൃഷ്ടാവ്, നിയന്താവ്, അങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ ആരാണോ അള്ളാഹുവിന് അംഗീകരിച്ചു കൊടുക്കുന്നത്, فاعترف بأنه لا خالق ولا رازق ولا مدبر للكون إلا الله عز وجل. ആ റുബൂബിയത്ത് അംഗീകരിക്കുന്ന ഒരാൾ, അവൻ അംഗീകരിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹു അല്ലാതെ ഒരു ഖാലിഖില്ല, സൃഷ്ടാവില്ല, അള്ളാഹു അല്ലാതെ റാസിഖില്ല, ഉപജീവനം നൽകുന്നവനില്ല, അള്ളാഹു അല്ലാതെ ഒരു മുദബ്ബിറില്ല, നിയന്താവില്ല, ലിൽ കൗനി, കൗനി പറഞ്ഞാൽ ഈ ലോകത്തിന്, ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ. ലസിമഹു, ആ ഒരു അംഗീകരിക്കൽ നിർബന്ധമാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യുഖിറ ബിഅന്നഹു ലാ യസ്തഹിഖുൽ ഇബാദത ബിജമീഇ അൻവാഇഹാ ഇല്ലല്ലാഹു സുബ്ഹാനഹു. ഈ കാര്യം അംഗീകരിക്കുന്നത് നിർബന്ധമാക്കുന്നു, അവനിൽ നിർബന്ധമാക്കുന്നു എന്ത്? അവൻ അംഗീകരിക്കേണ്ടി വരുന്നു. എന്താ കാര്യം? ലാ യസ്തഹിഖുൽ ഇബാദത ബിജമീഇ അൻവാഇഹാ ഇല്ലല്ലാഹു സുബ്ഹാനഹു, അല്ലാഹു അല്ലാതെ വേറെ ഒരാളും തന്നെ എല്ലാ ഇനം ഇബാദത്തുകൾക്കും അർഹനായിട്ട് അള്ളാഹു അല്ലാതെ ഒരാളുമില്ല എന്ന് അംഗീകരിക്കൽ അവൻ നിർബന്ധമാണ്. അതായത് ഒരാൾ റുബൂബിയത്ത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മേലെ നിർബന്ധമായിട്ട്, അഥവാ അവൻ്റെ സ്വാഭാവികമായ ചിന്തയിൽ തന്നെ സൃഷ്ടാവും നിയന്താവും അധികാരിയും ഉപജീവനം നൽകുന്നവനൊക്കെ അള്ളാഹു ആണെന്ന് അംഗീകരിച്ചാൽ അവൻ എന്തായാലും അംഗീകരിക്കണത് അള്ളാഹു മാത്രമേ ഇബാദത്തിന് അർഹതയുള്ളൂ. വഹാദാ ഹുവ തൗഹീദുൽ ഉലൂഹിയ്യ, ഈ പറയുന്നതിനാണ്, അഥവാ ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് അംഗീകരിക്കുന്നതിൻ്റെയും അത് ചെയ്യുന്നതിൻ്റെയുമാണ്, അതിനാണ് തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറയുന്നത്. അപ്പോൾ റുബൂബിയത്ത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം, ഉലൂഹിയത്ത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം, ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം, ഇത് തമ്മിലുള്ള ബന്ധവും മനസ്സിലാക്കണം. ഫൈനൽ ഉലൂഹിയത്ത ഹിയൽ ഇബാദത്തു, ഈ ഉലൂഹിയത്തിനെയാണ് നമ്മൾ ഇബാദത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തൗഹീദുൽ ഉലൂഹിയത്തിനെ തൗഹീദുൽ ഇബാദ എന്ന് പറയാറുള്ളത്, അല്ലെങ്കിൽ തൗഹീദുൽ അമലി എന്നെല്ലാം പറയാറുള്ളത്. തൗഹീദുൽ ഉലൂഹിയത്തിനെ തന്നെ തൗഹീദുൽ ഇബാദ എന്ന് പറയും, തൗഹീദുൽ അമലി എന്നെല്ലാം പറയാറുണ്ട്. ഫൽ ഇലാഹു മഅനാഹു, ഇനി ഇലാഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആണല്ലോ. ഇലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൽ മഅബൂദു, മഅബൂദ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് ഇലാഹിന്റെ അർത്ഥം.
ഫലാ യുദ്ആ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ വേറൊരാളെയും വിളിച്ചു തേടാൻ പാടില്ല, ദുആ ചെയ്യപ്പെടാൻ പാടില്ല. വലാ യുസ്തഗാസു ഇല്ലാ ബിഹി, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇസ്തിഗാസ നടത്തപ്പെടാൻ പാടില്ല. ഇസ്തിഗാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപത്ഘട്ടത്തിൽ പെട്ടെന്നൊരു അപകടത്തിൽ പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടമുണ്ടായി, അങ്ങനെയുള്ള സമയത്ത് അവൻ വിളിച്ചു കേടൂലേ, അതിനാണ് ഇസ്തിഗാസ എന്ന് പറയുക. വലാ യുതവക്കലു ഇല്ലാ അലൈഹി, അള്ളാഹുവിന്റെ മേലെ അല്ലാതെ ഭരമേൽപ്പിക്കപ്പെടുകയില്ല, അഥവാ പൂർണ്ണമായി ഖൽബ് ആശ്രയിക്കുന്നത് അള്ളാഹുവിന്റെ മേൽ മാത്രമായിരിക്കും. വലാ തുദ്ബഹു അൽ ഖറാബീനു വതുൻദറു നുദൂറു, വലാ തുദ്ബഹുൽ ഖറാബീനു, അഥവാ ഖുർബാനകൾ അഥവാ അറവ് നടത്തപ്പെടുകയില്ല, അള്ളാഹുവിന് വേണ്ടി അല്ലാതെ അറവ് നടത്തപ്പെടുകയില്ല. അതുപോലെ തന്നെ തുൻദറു നുദൂർ, നുദൂർ എന്ന് പറഞ്ഞാൽ നെദർ, നേർച്ച ചെയ്യുക, അഥവാ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരാളുടെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് നിർബന്ധമല്ലാത്ത, നമ്മുടെ മേലെ സാധാരണഗതിയിൽ നിർബന്ധമല്ലാത്തൊരു കാര്യം നിർബന്ധമാക്കുന്നതിന്, ഞാൻ ഇത്ര നോമ്പെടുക്കും, അല്ലെങ്കിൽ ഞാൻ ഇത്ര നിസ്കരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്യും, അഥവാ നേർച്ച എന്നുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമല്ലാത്തൊരു കാര്യത്തെ സ്വന്തത്തിൽ എന്താക്കുക, ഒരാൾ നിർബന്ധമാക്കുക. ഐച്ഛികമായ കാര്യമായിരിക്കും, അയാളത് സ്വന്തത്തിൽ അയാളൊരു വാക്ക് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തത്തിൽ നിർബന്ധമാക്കുക. അത് ആരുടെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടാണോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ നെദർ ചെയ്യാൻ പാടുള്ളൂ. നെദറുമായി ബന്ധപ്പെട്ട മസലകളുണ്ട്, അത് പിന്നെ ചെയ്യണോ വേണ്ടേ, ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ലേ, അല്ലെങ്കിൽ ചെയ്താൽ അത് പൂർത്തീകരിക്കണമോ, എപ്പോഴാണ് പൂർത്തീകരിക്കേണ്ടത്, എല്ലാം ഇൻഷാ അള്ളാഹ് നെദറുമായി ബന്ധപ്പെട്ട ബാബിൽ നമുക്ക് ചർച്ച ചെയ്യാം. വലാ തുസ്റഫു ജമീഉ അൻവാഇൽ ഇബാദത്തി ഇല്ലാ ലഹു, ഏതൊരു ഇബാദത്തും, എല്ലാ ഇബാദത്തിനത്തിൽ വരുന്ന ചെറിയ ചില ഉദാഹരണങ്ങളാണ് ദുആ, ഇസ്തിഗാസ, തവക്കുൽ എന്നീ പറഞ്ഞത്, അഥവാ കുറച്ച് ഉദാഹരണങ്ങൾ. ഏതൊരു ഇബാദത്താവട്ടെ, എല്ലാ ഇനം ഇബാദത്തുകളും അള്ളാഹുവിനല്ലാതെ വേറൊരാളിലേക്ക് തെറ്റിക്കാൻ പാടില്ല. തുസ്റഫ് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത വേറെ ആളിലേക്ക് തെറ്റിക്കാൻ പാടില്ല. ഫതൗഹീദുർ റുബൂബിയ്യത്തി ദലീലുൻ അലാ വുജൂബി തൗഹീദുൽ ഉലൂഹിയ്യ. ഇവിടെ തൗഹീദുർ റുബൂബിയ നമ്മൾ കഴിഞ്ഞ ദർസിലൊക്കെ പറഞ്ഞ, ഇതിന്റെ മുമ്പുള്ള ഫസ്ലുകളെല്ലാം ചർച്ച ചെയ്ത തൗഹീദുർ റുബൂബിയ ഒരു ദലീലാണ്, ഒരു തെളിവാണ്. എന്തിനുള്ളത്? അലാ വുജൂബി തൗഹീദുൽ ഉലൂഹിയ, ഉലൂഹിയത്തിലെ തൗഹീദ് നിർബന്ധമാണ് എന്നതിനുള്ള ദലീലാണ് തൗഹീദുർ റുബൂബിയ എന്ന് പറയുന്നത്. കാരണം ഇത് പല ആളുകളും ചിന്തിക്കാത്തത് കൊണ്ടാണ് ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിലെല്ലാം, അല്ലെങ്കിൽ ലോകത്ത് തന്നെ ധാരാളം മുസ്ലിമീങ്ങൾ അള്ളാഹു അല്ലാത്ത മറ്റുള്ള ഇലാഹുകളെ സ്വീകരിക്കുന്ന, അവരോട് ദുആ ചെയ്യുന്ന, അവർക്ക് വേണ്ടി അറിവ് നടത്തുന്ന ആ നിലക്കുള്ള അവസ്ഥയിലൊക്കെ എത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ റുബൂബിയത്തും ഉലൂഹിയത്തും മനസ്സിലാകാത്തതുകൊണ്ടാണ്. അള്ളാഹുവാണ് സൃഷ്ടാവ്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സമസ്തയുടെ ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ വിശ്വാസത്തിൽ അവരോട് നമ്മൾ ശിർക്കാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ മനസ്സിലാകാതിരിക്കാനുള്ള ഒരു കാരണം, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് റുബൂബിയത്താണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസം എന്താണെന്നറിയോ? അള്ളാഹു അല്ലാതെ സൃഷ്ടാവില്ല, അള്ളാഹു അല്ലാതെ നിയന്താവില്ല, അള്ളാഹു അല്ലാതെ അധികാരിയില്ല, അള്ളാഹു അല്ലാതെ ഉപജീവനം നൽകുന്നവനില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തിട്ട് എന്താ കാര്യം? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അവർ ജാറത്തിൽ പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ പോയി അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഇബാദത്ത് ചെയ്തു, നമ്മൾ പറയാണ് അത് ചെയ്യരുത്, അത് ഷിർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഷിർക്ക് പറയണത്? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നവരല്ലേ. എന്താ അവർ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുണ് ഉപജീവനം നൽകുന്നവൻ, അത് വിശ്വസിക്കുന്നവനാണ് ഞങ്ങൾ എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ എന്താണ്? നബിമാർ ഏതർത്ഥത്തിലാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്, അള്ളാഹു തആല ഖുർആനിൽ ഏതർത്ഥത്തിലാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്, ആ അർത്ഥത്തിലാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുന്നത്. അടുത്ത ബാബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഷെയ്ഖ് വളരെ വ്യക്തമായി ഉലൂഹിയത്തിന്റെ ബാബിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ റുബൂബിയത്തിന്റെ തൗഹീദ് വുജൂബ്, ഉലൂഹിയത്തിലെ തൗഹീദ് നിർബന്ധമാണ് എന്ന് അറിയിക്കുന്നു. ولهذا كثيرا ما يحتج الله سبحانه على المنكرين لتوحيد الألوهية بما أقروا به من توحيد الربوبية. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുജ്ജത്ത് ആയിക്കൊണ്ട്, തെളിവ് ആയിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഉലൂഹിയത്തിനെ നിഷേധിക്കുന്ന ആളുകൾ, ഉലൂഹിയത്തിനെ അംഗീകരിക്കാത്ത ആളുകൾ, എന്നാൽ റുബൂബിയത്തിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ, ആ ആളുകളോട് റുബൂബിയത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല ഹുജ്ജത്ത് സ്ഥാപിച്ചിട്ടുള്ളത്, തെളിവ് സ്ഥാപിച്ചിട്ടുള്ളത് ഈ കാരണം കൊണ്ടാണ്. റുബൂബിയത്ത് അംഗീകരിച്ചാൽ ഉലൂഹിയത്ത് നിർബന്ധമാകും. റുബൂബിയത്ത് എന്നുള്ളത് എന്താണ്? ഫിത്രത്തി ആയിട്ടുള്ള കാര്യമാണ്. മുമ്പ് പറഞ്ഞു, റുബൂബിയത്ത് എന്നുള്ളത് ഫിത്രത്തി ആയിട്ടുള്ള, മുമ്പുള്ള ബാബുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിത്രത്തി ആയിട്ട് ഒരാൾക്കുള്ളതാണ്.
അപ്പോൾ ഉലൂഹിയത്ത് അവർ അംഗീകരിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് റുബൂബിയത്തിനെ ഒരു ഹുജ്ജത്തായിട്ട് അള്ളാഹു പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. എവിടെയാണ് പറഞ്ഞത്? മിസ്ലി ഖൗലിഹി തആല. അതിലൊരു ഉദാഹരണമാണ് സൂറത്തുൽ ബഖറയിലെ 21, 22 ആയത്തുകൾ. ഖുർആനിലെ ആദ്യത്തെ കൽപ്പന, ഖുർആൻ ഫാത്തിഹ മുതൽ ബഖറ ഓതുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ കൽപ്പനയായിക്കൊണ്ട് ഒരു അമ്രായിക്കൊണ്ട് ഒരു കാര്യം വന്നിട്ടുള്ളത് സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്തിലാണ്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും. അന്നാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ എന്നല്ല അതിൻ്റെ അർത്ഥം. ജിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള പദമാണ് എന്ത്? അന്നാസ് എന്നുള്ളത്. അന്നാസ് എന്നുള്ള പദത്തിൽ അൽ ജിന്നു വൽ ഇൻസു രണ്ടു വിഭാഗവും ഉൾക്കൊണ്ടിട്ടുണ്ട്. മനുഷ്യരെ എന്നല്ല അവിടെ നാസ് എന്നുള്ളതിൻ്റെ അർത്ഥം. ജനങ്ങൾ എന്നുള്ള പദത്തിൽ എത്രത്തോളം അർത്ഥം ശരിയാണെന്ന് അറിയില്ല. അതിൽ ഉദ്ദേശം എന്താണ്? ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും മുക്കല്ലിഫീങ്ങളെയാണ് അന്നാസ് എന്നുള്ള പദത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മനുഷ്യനെ മാത്രം എന്നുള്ളത് അൽ ഇൻസാൻ എന്നുള്ളതാണ്. അൽ ഇൻസാൻ അത് രണ്ട് സന്ദർഭത്തിൽ അല്ലാഹു തആല മനുഷ്യനെ വിളിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് സൂറത്തുൽ ഇൻഫിതാറിൽ യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം, രണ്ട് സൂറത്തുൽ ഇൻഷിഖാഖിൽ യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക ഖദ്ഹൻ ഫമുലാഖി. അത് രണ്ട് സ്ഥലത്താണ് ഇൻസാൻ എന്ന് ഖുർആനിൽ അല്ലാഹു തആല വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ബാക്കി അന്നാസ് എന്ന് പറഞ്ഞാൽ ജിന്നു വർഗത്തെയും മനുഷ്യവർഗത്തെയും ഒരുപോലെ ഉദ്ദേശിച്ചിട്ടാണ്. യാ യുഹന്നാസ്, ജനങ്ങളെ, മലയാളത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ ജനങ്ങളെ എന്ന് പറയുന്നു. ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. അവിടെ നോക്ക്, അല്ലാഹു തആല ഉപയോഗിച്ച രീതി നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഇലാഹിനെ ആരാധിക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ഇലാഹിനെ ആരാധിക്കണം എന്നല്ല പറഞ്ഞത്. ഉഅ്ബുദൂ റബ്ബക്കും, ഇലാഹി എന്ന് പറഞ്ഞാൽ മഅബൂദ് എന്ന് അർത്ഥമുള്ളൂ. ഇപ്പോൾ ഒരു പശുവിനെ ഒരാൾ ആരാധിക്കുന്നു വിചാരിക്കുക. ആ പശു എന്താണ്? അവൻ്റെ ഇലാഹാണ്. അത് സംശയമല്ല, അവൻ്റെ ഇലാഹാണ്. അതുമല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഒരാൾ ആരാധിക്കുന്നു, ആ മനുഷ്യൻ അവൻ്റെ ഇലാഹാണ്. ഒരു കല്ലിനെ ആരാധിക്കുന്നു, ആ കല്ല് അവൻ്റെ ഇലാഹാണ്. പക്ഷേ റബ്ബ് എന്നുള്ളത് എന്താവണം? റബ്ബ് ആവണമെങ്കിൽ എന്ത് വേണം? കഴിഞ്ഞ ഫസ്ലുകൾ പറഞ്ഞ പോലെ മിനിമം ക്വാളിറ്റി എന്താണ് റബ്ബാവാൻ? അഥവാ മിനിമം ക്വാളിറ്റി ഉദ്ദേശിച്ച് അടിസ്ഥാനപരമായിട്ടൊരു കാര്യം എന്ത് വേണം? ഖാലിഖ് ആയിരിക്കണം. ഖാലിഖ് ആയിരിക്കണം. അതല്ലാത്ത ഒരാൾ എന്താവൂല. ബാക്കിയുള്ള കാര്യങ്ങൾ വേണം, പക്ഷെ ഖാലിഖ് അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും എന്താവാൻ പറ്റൂല, റബ്ബാകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അഥവാ ആശയം നോക്കി, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്ന, നിങ്ങളെ അധികാരപ്പെടുത്തിയിട്ടുള്ള, നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങളെ മരിപ്പിക്കുന്ന, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അധികാരപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. അല്ലദീ ഖലഖക്കും, ആരാണ് അവൻ? റബ്ബ്, നിങ്ങളെ സൃഷ്ടിച്ചവൻ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ, നിങ്ങളുടെ തലമുറകളെ, മനുഷ്യവർഗത്തെ, ജിന്നുവർഗത്തെ എല്ലാം സൃഷ്ടിച്ചവൻ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാകാൻ, അഥവാ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാകാൻ വേണ്ടി, തൗഹീദുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ, ആരാണ് അള്ളാഹു? ഒന്നുകൂടി വിശദീകരിച്ചു പറയാൻ, ആരാണ് റബ്ബ്? നിങ്ങളുടെ ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്നവൻ. വസ്സമാഅ ബിനാഅൻ, ആകാശത്തെ ഒരു മേൽപ്പൂരയാക്കി തന്നവൻ. വഅൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് മഴ ഇറക്കിയവൻ. ഫഖറജ ബിഹി മിനസ് സമറാതി റിസ്ഖൻ ലക്കും, എന്നിട്ട് ആ ഭൂമിയിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള കായ്ക്കനികളെ നിങ്ങൾക്ക് ഉപജീവനമായി കൊണ്ട് പുറത്തു കൊണ്ടുവന്നവൻ. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട്, ഇങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് മനസ്സിലാക്കിയിട്ട്, ആ റബ്ബിന് ഒരു ഇവിടെ പറഞ്ഞു നോക്കൂ, ഫലാ തജ്അലൂ ലില്ലാഹി, അള്ളാഹ് എന്ന് പറഞ്ഞ വാക്ക് ഇലാഹ് എന്ന് വന്നിട്ടുള്ളതാണ്. ആരാധിക്കപ്പെടേണ്ടവൻ എന്നുള്ള അർത്ഥത്തിലാണ് അള്ളാഹ് എന്നുള്ള വാക്ക്. ഇവിടെ വലാ തജ്അലൂ ലിറബ്ബി എന്നല്ല പറഞ്ഞത്. ആദ്യം പറഞ്ഞപ്പോ റബ്ബിനെ പറഞ്ഞു, പിന്നെ ഇലാഹ് അവന് മാത്രമാണെന്ന് അറിയിക്കുന്നിടത്ത് ലില്ലാഹി എന്നുള്ള അള്ളാഹുവിന്റെ നാമം ഇസ്മുൽ ജലാൽ കൊണ്ടുവന്നു. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ, അള്ളാഹുവിനൊരു നിദ്ദിനെ, നിദ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരക്കാരനെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ട്, നിങ്ങൾക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ട്. അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ, ശിർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട 4 രീതികളുണ്ട്. ഒരെണ്ണം കൂടി കൂട്ടിയാൽ 5 രീതികളുണ്ട്. ഒന്നാമത്തേത് നിദ്ദ്. നിദ്ദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പാടെ ഒഴിവാക്കി വേറൊരാളെ പകരം ആരാധിക്കുക, പകരം വെക്കുക. അള്ളാഹുവിനെ മുഴുവൻ ഒഴിവാക്കിയിട്ട് വേറൊരാളെ പകരം വെക്കുന്നത്. രണ്ടാമത്തേത് ഷിർക്കൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കും. അള്ളാഹു ഉണ്ടാകും, അള്ളാഹുവിനോടൊപ്പം വേറൊരാളുണ്ടാക്കും, അള്ളാഹുവിനോടൊപ്പം ഒരാളുണ്ടാവും. മൂന്നാമത്തേത് വഹീറൻ, സഹായിയായിട്ട്. വഹീറൻ സഹായിയായിട്ട്. അള്ളാഹു ഉണ്ട്, പക്ഷെ അള്ളാഹിന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു സഹായിയായിട്ടാണ് വേറൊരാൾ കൂടി വേണം, എന്നാലും അള്ളാഹ്ക്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശരിക്കും അങ്ങോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന നിലക്ക്.
നാലാമത്തേത് വസീലൻ, വസീലല്ല ഷഫീഅൻ, ഷഫാഅത്ത്, അള്ളാഹുവിലേക്ക് ഷഫാഅത്ത് ചെയ്യാൻ ഇയാളുണ്ടെങ്കിലേ ഈ കാര്യം നടക്കുള്ളൂ എന്ന നിലക്ക്. ഈ നിലക്കാണ് ആളുകൾ ശിർക്ക് ചെയ്യുക. പിന്നെ അഞ്ചാമത്തെ വസീലനുണ്ട്. വസീല പിന്നെ ശിർക്ക് ആയതുകൊണ്ട് ബിദ്അത്ത് ആയതുകൊണ്ട്. ഈ ആദ്യം പറഞ്ഞ 4 സൂറത്തു സബയിലെ 20-21 ആയത്തുകളിൽ അല്ലാഹു തആല ഈ 4 ഒരുമിച്ച് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ശിർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഴത്തിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ അള്ളാഹുവിന് നിങ്ങൾ പകരക്കാരെ ഉണ്ടാക്കരുത്, അഥവാ റബ്ബ് അള്ളാഹു മാത്രമാണ്, അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹിനെ നിങ്ങൾ വെക്കരുത്. ഫാമറഹും ബി തൗഹീദുൽ ഉലൂഹിയ്യ. അപ്പോൾ ഈ ആയത്ത് ഇവിടെ കൊടുത്തത് എന്തിനാ? റുബൂബിയത്തിനെ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു എന്തിനെ സ്ഥാപിക്കാറുള്ളത്? ഉലൂഹിയത്തിനെ സ്ഥാപിക്കാറുള്ളത്. ഇവിടെ റബ്ബിനെ ആരാധിക്കണം. റബ്ബ് ആരാണ്? സൃഷ്ടാവാണ്, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനാണ്, മഴ വർഷിപ്പിക്കുന്നവനാണ്, നിങ്ങൾക്ക് താമസിക്കാൻ ഭൂമി ഒരുക്കിയവനാണെന്നെല്ലാം പറഞ്ഞിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാണ്. അപ്പോൾ ഉലൂഹിയത്തിനെ സ്ഥാപിക്കാൻ അള്ളാഹു തആല റുബൂബിയത്തിനെ തെളിവ് പിടിക്കാറുണ്ട്. ഇത് നമ്മുടെ ദഅവത്തിലും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു മാർഗ്ഗമാണ്. അഥവാ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തൗഹീദിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ കുഫറിലായിട്ടുള്ള ആളുകൾക്ക് തൗഹീദിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഒരു രീതി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. റുബൂബിയത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇതൊക്കെ നീ അംഗീകരിക്കുന്നില്ലേ, ഇതെല്ലാം നടക്കുന്നത് നീ അംഗീകരിക്കുന്നില്ലേ, ഇതൊക്കെ അള്ളാഹുവിൽ നിന്നാണ് അംഗീകരിക്കുന്നില്ലേ, പിന്നെ എന്തിനാണ് ഈ അള്ളാഹ് അല്ലാത്ത വേറെ ആളോട് പോയി ദുആ ചെയ്യുന്നത്, പിന്നെ എന്തിനാണ് അള്ളാഹ് അല്ലാത്ത വേറെ ആളോട് പോയി സഹായം തേടുന്നത് എന്ന നിലക്ക് മനസ്സിലാക്കാൻ കൊടുക്കാൻ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ഉപയോഗിക്കാവുന്ന രീതിയാണ്. ഫാമറഹും ബി തൗഹീദുൽ ഉലൂഹിയ്യ വഹുവ ഇബാദത്തുഹു. ഇതിൽ അല്ലാഹു തആല കൽപ്പിച്ചു, അഥവാ ജനങ്ങളെ കൽപ്പിച്ചു ഉലൂഹിയത്ത് കൊണ്ട് അല്ലാഹ്, അതായത് ഇബാദത്ത് ചെയ്യാൻ, അവനെ ഇബാദത്ത് ചെയ്യാൻ. വഹ്തജ്ജ അലൈഹിം ബി തൗഹീദുർ റുബൂബിയ്യ. അതിന് അല്ലാഹു തആല തെളിവ് പിടിച്ചതോ, അഥവാ അല്ലാഹു തആല ഹുജ്ജത്തായി സ്ഥാപിച്ചതോ തൗഹീദുർ റുബൂബിയ്യത്താണ്. അല്ലദീ ഹുവ ഖൽഖുൻ നാസിൽ അവ്വലീന വൽ ആഖിരീൻ. അഥവാ ആ റുബൂബിയ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ നാസ്, ജിന്ന്, മനുഷ്യവർഗങ്ങളെ എല്ലാവരെയും, ആദ്യക്കാരെയും അവസാനക്കാരെയും സൃഷ്ടിച്ചത്. വഖൽഖുസ് സമാഇ വൽ അർളി വമാ ഫീഹിമാ. അതുപോലെ ആകാശഭൂമികളെയും അതിനകത്തുള്ളതിൻ്റെയും സൃഷ്ടിപ്പ്. വതസ്ഖീറു റിയാഹ്. കാറ്റിനെ നിയന്ത്രിക്കുന്നത്, അധീനപ്പെടുത്തിയിട്ടുള്ളത്. തസ്ഖീർ എന്ന് പറഞ്ഞാൽ അധീനപ്പെടുത്തുക എന്നാണ് ഒന്നുകൂടി കൃത്യമായ അർത്ഥം. വ ഇൻസാലുൽ മത്തർ. മഴ ഇറക്കുന്നത്. വ ഇൻബാത്തുൻ നബാത്ത്. ചെടികളെ മുളപ്പിക്കുന്നത്. വ ഇഖ്റാജുസ് സമറാത്തി ലതീ ഹിയ റിസ്ഖുൽ ഇബാദ്. അതുപോലെ അടിമകളുടെ ഉപജീവനമായിട്ടുള്ള റിസ്ഖായിട്ടുള്ള കായ്ക്കനികളെ പുറത്തു കൊണ്ടുവരുന്നത്. നമ്മൾ ഇതൊക്കെ ഇടയ്ക്ക് ആലോചിക്കണം. ഈമാനൊക്കെ ദുർബലപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഒരു ചെടി മുളച്ചു വരുന്ന കാര്യങ്ങൾ ആലോചിക്കുന്നത് നമ്മുടെ ഈമാനിൽ മാറ്റം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് നമുക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, അള്ളാഹുവിനെ അനുസരിക്കാൻ, പാപങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. ഫലാ യലീഖു ബിഹിം അൻ യുശ്രികൂ മഅഹു ഗൈറഹു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അള്ളാഹു പറഞ്ഞിട്ട് ഒരിക്കലും ആളുകൾക്ക് യോജിച്ചിട്ടുള്ളതല്ല അള്ളാഹുവിന് പുറമെ മറ്റൊരാളെ പങ്കു ചേർക്കുക എന്നുള്ളത്. മിമ്മൻ യഅലമൂന അന്നഹു ലം യഫ്അൽ ശൈഅൻ മിൻ ദാലിക വലാ മിൻ ഗൈരിഹി. അവനെ അറിഞ്ഞുകൊണ്ട്, അവർക്കറിയാം, അന്നഹു ലം യഫ്അൽ ശൈഅൻ മിൻ ദാലിക വലാ മിൻ ഗൈരിഹി, ഈ പറഞ്ഞ കാര്യങ്ങളോ ഇതല്ലാത്ത കാര്യങ്ങളോ ഇവൻ ആരാധിക്കുന്ന ഇലാഹിന് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ബോധ്യം ഉണ്ടായിട്ടും പിന്നെന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങനെ ശിർക്ക് ചെയ്യുന്നത് ഒരിക്കലും യോജിച്ച കാര്യമല്ല. ഫത്വരീഖുൽ ഫിത്രിയു ലിഇസ്ബാതി തൗഹീദുൽ ഉലൂഹിയ്യ. ഫിത്രത്തിയായിട്ടുള്ള ഒരാളുടെ പ്രകൃതിയാ ഉള്ള ഒരു മാർഗം, ഉലൂഹിയത്തിനെ സ്ഥാപിക്കാനുള്ള മാർഗം അലിസ്തിദ്ലാലു അലൈഹി ബി തൗഹീദുർ റുബൂബിയ്യ. അതായത് നിഷേധിക്കാനായിട്ട് നടക്കുന്ന ആളുകളല്ലാതെ ഇങ്ങനെ സാധുക്കളായിട്ട് അറിവില്ലാത്ത ആളുകളുണ്ടല്ലോ, അവർക്ക് ഫിത്രത്ത് അവിടെ ഉണ്ടാവും. അവരുടെ ഫിത്രത്തിയായ രീതിയിൽ അവർക്ക് ഉലൂഹിയത്ത് മനസ്സിലാക്കി കൊടുക്കാനുള്ള മാർഗം എന്താണ്? റുബൂബിയത്ത് കൊണ്ട് തെളിവ് പിടിക്കലാണ്. നിഷേധിക്കാനായിട്ടുള്ള ആളുകൾ ഇപ്പം എന്ത് പറഞ്ഞാലും നിഷേധിക്കാനായിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവർ പിന്നെ സത്യം അന്വേഷിക്കുന്ന ആളുകൾ, ചില ശുഭത്തുകളെ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ, അവർക്ക് ഉലൂഹിയത്ത് ഫിത്രത്തിയായിട്ട് പ്രകൃതിയെ മനസ്സിലാക്കി കൊടുക്കാനുള്ള മാർഗം അലിസ്തിദ്ലാലു അലൈഹി ബി തൗഹീദുർ റുബൂബിയ്യ, റുബൂബിയത്ത് കൊണ്ട് തെളിവ് പിടിക്കലാണ്. ഫഇന്നൽ ഇൻസാന യതഅല്ലഖു അവ്വലൻ فإن الإنسان يتعلق أولا بمصدر خلقه ومنشأ نفعه وضره. മനുഷ്യൻ ബന്ധപ്പെട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം ബന്ധം ഉണ്ടാകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവന്റെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനം എന്താണ്, സൃഷ്ടിപ്പിന്റെ മസ്ദർ എന്താണ്, അടിസ്ഥാനം എന്താണ്. വമൻശഅ നഫ്ഇഹി വദുർരിഹി, എവിടുന്നാണ് അവന് ഉപകാരം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ സംഭവിക്കുന്നത്, അതും അതിന്റെ തുടക്കം എവിടുന്നാണ്, അത് എവിടുന്നാണ് ഉണ്ടാവുന്നത്.
അതായത് എന്താണ് ഞാൻ സൃഷ്ടിച്ചു വന്നത് എവിടുന്നാണ്, അതെങ്ങനെയാണ്, എനിക്കുള്ള ഗുണങ്ങൾ എവിടുന്നാണ് കിട്ടുന്നത്, എനിക്ക് ഉണ്ടാവുന്ന ഉപദ്രവങ്ങൾ എങ്ങനെയാണ്, അതെങ്ങനെ തടയാൻ പറ്റുക, അതിൻ്റെയൊക്കെ അടിസ്ഥാനം. അപ്പൊ അത് എവിടുന്നാണ്, അത് ആരുടെ കയ്യിലാണെന്ന് ഒരാൾക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കയ്യിൽ എന്താണ്, അവന് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം നിയന്ത്രിക്കുന്ന ആരാണോ അവനിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ, അവനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചായിരിക്കും രണ്ടാമത്തെ കാര്യം. അവന്റെയും ഈ കാര്യങ്ങൾ അധികാരപ്പെടുത്തിയതും തമ്മിലുള്ള ബന്ധം നന്നാക്കാനായിരിക്കും. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു മനുഷ്യന്റെ ചിന്തയിൽ അവനെ സൃഷ്ടിച്ചത് ആരാണ്, അവന് ഉപകാരം ചെയ്യുന്ന ആരാണ്, അവന് നേട്ടമുണ്ടാകുന്ന എന്താണ്, അവനെ സഹായിക്കാൻ ആരാണ്, ആ കാര്യം അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ആദ്യം അവൻ അറിയണം. അതാ അള്ളാഹു ആണെന്നുള്ളത്. രണ്ടാമത്തേത് ആ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന വശായിലുകൾ, എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുക, അതിനുള്ള മാർഗം എന്താണ്, അതിനെന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്റെയും അള്ളാഹുവിനെയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അള്ളാഹുവിനായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ശക്തിപ്പെടുത്തുക, ഈ കാര്യങ്ങളാണ് രണ്ടാമത് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഷെയ്ഖ് പറയുന്നത് ഉലൂഹിയത്തിലേക്കുള്ള ഒരു കവാടമാണ്, ഒരു ബാബാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ കാര്യങ്ങൾ മനസ്സിലായാൽ പിന്നെ അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യം എന്താണ്, അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്, നിസ്കാരമുണ്ട്, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക, അറിവ് നടത്തുക, അതുപോലെ അള്ളാഹിനെ അനുസരിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ അതിലേക്ക് എത്താനുള്ള ബാബാണ്, ഉലൂഹിയത്തിലേക്കുള്ള ബാബാണ് തൗഹീദുർ റുബൂബിയ്യ. മിൻ അജ്ലി ദാലിക ഇഹ്തജ്ജ അല്ലാഹു അലൽ മുശ്രിക്കീന ബിഹാദിഹി ത്വരീഖ. ഈ ഒരു കാര്യത്തിന് വേണ്ടി അല്ലാഹു തആല ഹുജ്ജത്ത് സ്ഥാപിച്ചത് കാണാം മുശ്രിക്കീങ്ങളുടെ മേലെ ഈ ഒരു രീതിയിൽ. വഅമറ റസൂലഹു അൻ യഹ്തജ്ജ ബിഹാ അലൈഹിം. അല്ലാഹു തആല റസൂലിനോട് കൽപ്പിച്ചിട്ടുണ്ട് ഈ രീതിയിൽ വേണം നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണം ഈ രീതിയിൽ ഹുജ്ജത്ത് സ്ഥാപിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുകയും ചെയ്തു. ഫഖാല തആല, അല്ലാഹു തആല പറഞ്ഞു നോക്കൂ സൂറത്തുൽ മുഅ്മിനൂനിലെ 83 മുതൽ 89 വരെയുള്ള ആയത്തുകൾ. ഖുൽ ലിമനിൽ അർദു വമൻ ഫീഹ ഇൻ കുൻതും തഅലമൂൻ. അല്ലാഹു തആല പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ താങ്കൾ ചോദിക്കുക മുശ്രിക്കീങ്ങളോട്, ആരുടേതാണ് ഭൂമി, ആരുടേതാണ് ഭൂമിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുമെങ്കിൽ പറയൂ. സയഖൂലൂന ലില്ലാഹ്, അവർ പറയും അല്ലാഹുവിൻ്റെതാണ്. ഖുൽ അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ. ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്ഇ വ റബ്ബുൽ അർശിൽ അദീം. നബിയെ ചോദിക്ക് ആരാണ് 7 ആകാശത്തിന്റെയും മഹത്തായ അർശിന്റെയും റബ്ബ്. സയഖൂലൂന ലില്ലാഹ്, അവർ പറയും അല്ലാഹുവിൻ്റെതാണ്. ഖുൽ അഫലാ തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ, അഥവാ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നില്ലേ. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ. ആരുടെ കയ്യിലാണ് എല്ലാ കാര്യത്തിന്റെയും ആധിപത്യം, ആരിലേക്കാണ് രക്ഷക്കായി മടങ്ങുന്നത്, അവനിൽ നിന്ന് വേറെ ആളിലേക്കും രക്ഷക്കായിട്ട് മടങ്ങാൻ സാധിക്കില്ല. യുജീറു പറഞ്ഞാൽ രക്ഷക്കായി മടങ്ങുക, വലാ യുജാറു അലൈഹി, അള്ളാഹുവിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി വേറെ അള്ളാഹുവിന്റെ ഒരു ശിക്ഷ ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ദോഷം ഉദ്ദേശിച്ചു അതിന് രക്ഷപ്പെടാൻ വേറെ ആരും മടങ്ങാൻ പറ്റുമോ? ഇല്ല, വേറെ ആരും മടങ്ങാനുമില്ല. അങ്ങനെയുള്ളവൻ ആരാണ്? ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറയൂ. സയഖൂലൂന ലില്ലാഹ്, അവർ പറയും അള്ളാഹുവിനാണ് അതൊക്കെ കഴിയുള്ളൂ. ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ, നിങ്ങൾ എങ്ങനെയാണ് ഈ സിഹർ ചെയ്യപ്പെട്ടവരാകുന്നത്, അഥവാ തിരിഞ്ഞു പോയത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ്. വഖാല തആല സൂറത്തുൽ അൻആമിലെ 102-ാമത്തെ ആയത്തിൽ, ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതൊരു ഇലാഹില്ല. ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅ്ബുദൂഹ്, അവനാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്, നിങ്ങൾ അവനെ ആരാധിക്കുക, അവനെ മാത്രം ആരാധിക്കുക. അല്ലാഹു തആല ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ രീതിയിൽ തെളിവുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ റുബൂബിയത്ത് പറയുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഫിറഔനോട് പറഞ്ഞു. റസൂലുകളുടെ രീതി അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കൽപ്പിച്ചത് അതാണ്. അതുപോലെ തന്നെ ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത ചരിത്രത്തിൽ തന്നെ പല ആളുകളോടും ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള സംസാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു രീതിയാണ് റുബൂബിയത്ത് പഠിപ്പിക്കുക എന്നുള്ളത്, റുബൂബിയത്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പൊതുവേ നമ്മുടെ നാടുകളിൽ സലഫികളുടെ ദഅവയിൽ റുബൂബിയത്ത് പറയുന്നതിൽ വളരെ കുറവാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ആ ത്വരീഖ്, ദഅവത്തിൻ്റെ രീതി അത് സ്വീകരിച്ചുകൊണ്ട് റുബൂബിയത്ത് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് തൗഹീദ് മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഒരു ശൈലി ഉപയോഗിക്കാറുണ്ട്, ചില ആളുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഉലൂഹിയത്ത് മാത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകാതെ പോകുന്നത് അവർ റുബൂബിയത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അർത്ഥം മനസ്സിലാക്കിയത് എന്നുകൊണ്ടാണ്.
അപ്പോൾ തൗഹീദിൻ്റെ ദഅവയിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു മാർഗമാണ് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ള, ഖുർആനിൽ വന്നിട്ടുള്ള, നബിമാരോട് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള, നബിമാർ ചെയ്തിട്ടുള്ള ഈ റുബൂബിയത്തിനെ സ്ഥാപിക്കുന്ന രീതി. അപ്പോൾ റുബൂബിയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് പൊതുവേ ചില ആളുകളെങ്കിലും കണ്ടിട്ടുണ്ട്, തൗഹീദുള്ള ആളുകളുടെ ഇടയിൽ റുബൂബിയത്തിനെ പറ്റി പറയുമ്പോൾ എന്തിനാ ഇപ്പോൾ റുബൂബിയത്ത് പറയുന്നു, ഉലൂഹിയത്തല്ലേ പറയേണ്ടത്, നബിമാർ ഉലൂഹിയത്തല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതെ, നബിമാർ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം ഉലൂഹിയത്താണ്. നബിമാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ലാ റാസിഖ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഉപജീവനം നൽകുന്നവനില്ല. ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ സൃഷ്ടിക്കുന്നവനില്ല എന്നാണോ? അല്ല. അവർ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്? നിങ്ങൾ അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ റുബൂബിയത്തിലെ തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് ഈ ഉലൂഹിയത്ത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിലുള്ള ഒരു മാർഗമാണ്, അതിനുള്ള തെളിവാണ്. രണ്ട്, ഉലൂഹിയത്ത് മനസ്സിലായ ആളുകൾക്കും അവർക്ക് റുബൂബിയത്ത് കേൾക്കുക എന്നുള്ളത് അവരുടെ ഈമാൻ ഉറക്കാൻ കാരണമാകും. പലപ്പോഴും ഇബ്ൻ റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പിന്നെ ഇബ്ൻ റജബ് ഹംബലി റഹിമഹുല്ലാ എഴുതിയിട്ടുള്ള ഫാത്തിഹയുടെ തഫ്സീർ ഉണ്ട്. ഫാത്തിഹയുടെ മാത്രം തഫ്സീർ വളരെ മുഫീദായിട്ടുള്ള, വളരെ ഉപകാരപ്രദമായിട്ടുള്ള തഫ്സീറാണ്. അതിൽ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്തിന്റെ പ്രത്യേകത അറിയാലോ. ഖുർആന്റെ എന്തിനാണോ ഖുർആൻ ഇറങ്ങിയത് അതിന്റെ ആശയം മൊത്തം ആയത്തിലാണ്. എല്ലാ കിതാബുകളിലെ ആശയം ഇതാണ്, ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. അതിൽ ഇയ്യാക നഅ്ബുദു തൗഹീദുൽ ഉലൂഹിയ, ഇയ്യാക നസ്തഈൻ തൗഹീദുർ റുബൂബിയ, ഈ രണ്ടെണ്ണമാണ് പൂർത്തീകരിക്കാനുള്ളത്. ഇനി ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇയ്യാക നഅ്ബുദു അത്തൗഹീദ്, ഇയ്യാക നസ്തഈൻ അത്തവക്കുൽ, തൗഹീദും തവക്കുലുമാണത്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നിടത്ത് ആളുകൾ ഈ വിഷയത്തിൽ 4 കൂട്ടരാണെന്ന് പറഞ്ഞിട്ട് ഒന്നെങ്കിൽ രണ്ടിനെ നിഷേധിക്കുന്ന ആളുകൾ കാഫിര്യങ്ങൾ, ഒന്നെങ്കിൽ ഉബൂദിയത്ത് പിന്നെ തൗഹീദ് ഉണ്ടാകും, അഥവാ ഇയ്യാക നഅ്ബുദു ഉണ്ടാകും, പക്ഷെ ഇയ്യാക നസ്തഈൻ ഉണ്ടാവില്ല. ഇയ്യാക നസ്തഈൻ ഉണ്ടാവില്ല. ഏതുപോലെ ഖദരിയാക്കളൊക്കെ പോലെ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ തന്നെ ഞങ്ങളത് ആ നിലക്ക് ഉള്ള ആളുകളായിട്ട് പോകുന്ന ആളുകൾ. വേറെ ചില ആളുകൾ ഇയ്യാക നഅ്ബുദു ഉണ്ടാവില്ല, ഇയ്യാക നസ്തഈൻ ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ ജബരിയാക്കളൊക്കെ ഒക്കെ അള്ളാഹ് തീരുമാനിക്കുന്ന പോലെ തന്നെ എല്ലാം തവക്കുലായിട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്ന ആ നിലക്ക് ആളുകൾ. ഒന്നുകൂടി നമ്മുടെ നാടുകളൊക്കെ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ, ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ തബ്ലീഗുകാർ, ആ നിലക്ക് ഉണ്ടാവുക. തബ്ലീഗുകാർ ഭയങ്കര തവക്കുലും, അവർ തൗഹീദ് റുബൂബിയത്താ പറയാം. അവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ തൗഹീദ് പറഞ്ഞാൽ റുബൂബിയത്താ പറയാം. ഇയ്യാക നസ്തഈനുമായി ബന്ധപ്പെട്ട ബാബയെ മാത്രം ചർച്ച ചെയ്യാം. ഇയ്യാക നഅ്ബുദു മുജാഹിദുകൾ തൗഹീദ് പറയുമ്പോൾ, മുജാഹിദുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ രീതിയിൽ വന്നിട്ടുള്ള ആളുകൾ, പാരമ്പര്യമായിട്ട് വന്നിട്ടുള്ള ആളുകൾ, അവർ തൗഹീദ് ഇയ്യാക നഅ്ബുദിൽ മാത്രമാണ് നിൽക്കുക. അവർക്ക് തവക്കുലിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഇയ്യാക നസ്തഈൻ്റെ വ്യത്യസ്ത ബാബുകൾ പറഞ്ഞാൽ അതൊന്നും ശരിയല്ല, അതൊന്നും ഉൾക്കൊള്ളാനുള്ള അവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളെ കാണാം. ഞാൻ മനസ്സിലാകാൻ പറഞ്ഞത് മാത്രം. നാലാമത്തെ വിഭാഗം ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ ഒരുപോലെ മനസ്സിലാക്കിയുള്ളതോ, അതാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. അഥവാ അതിന്റെ പരിപൂർണതയിൽ മനസ്സിലാക്കിയില്ല. ഞാനൊരു വിഭാഗത്തെ മൊത്തമായി പറഞ്ഞതല്ല കേട്ടോ, പക്ഷെ അതിലെ വാഹിറായി നമ്മൾ കാണുന്ന മനസ്സിലാക്കുന്ന ഒരവസ്ഥ പറഞ്ഞതാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല അതിന്റെ ഉദ്ദേശം. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ മനസ്സിലാക്കണം, രണ്ടും ഒരുപോലെ മനസ്സിലാക്കണം. ഉലൂഹിയത്ത് പഠിച്ചാൽ പിന്നെ റുബൂബിയത്തൊന്നും വേണ്ട, അങ്ങനെയല്ല. റുബൂബിയത്ത് പഠിച്ചാൽ ഉലൂഹിയത്ത് തിരിയാതിരിക്കുക, അങ്ങനെയില്ല. രണ്ടും ഒരുപോലെ ഉണ്ടാകേണ്ട കാര്യമാണ്. അത് നമ്മുടെ ദഅവയിൽ ഇങ്ങനെ വരാനുള്ള കാരണം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹിയുടെ കിതാബുകളിൽ ഉലൂഹിയത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് തുല്ലാബുകൾ ഒന്നുകൂടിയും ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹിയുടെ കിതാബുകൾ വളരെ ഉപകാരമാണ് തൗഹീദുൽ ഉലൂഹിയ പഠിക്കാനും ദഅവത്ത് ചെയ്യാനും എല്ലാം, അത് സംശയമില്ല. പക്ഷേ ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം എന്നിവരുടെ കിതാബുകൾ വായിക്കുകയാണ് എങ്കിൽ അവർ തൗഹീദിനെ ചർച്ച ചെയ്ത രീതികൾ വായിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ തൗഹീദിന്റെ 3 ഇനങ്ങളെയും ഒരുപോലെ അവരുടെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇപ്പോൾ കിതാബ് തൗഹീദ് ബാക്കിയുള്ള കിതാബുകളൊക്കെ എഴുതാനുള്ള സ്വാധീനം എന്താണ്? ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബുകൾ വായിച്ചിട്ടാണ്. അപ്പോൾ അവരുടെ കിതാബുകൾ വായിക്കുകയാണ് എങ്കിൽ, അഥവാ ആദ്യം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹിയുടെ കിതാബുകളുടെ തൗഹീദുൽ ഉലൂഹിയത്തിന്റെ അടിസ്ഥാനങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ശേഷം ആ രീതിയിലുള്ള കിതാബുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ ആഴത്തിൽ തൗഹീദിനെ 3 വശത്തിലൂടെയും ചർച്ച ചെയ്യുന്നത് കാണാം. പിന്നെ നമ്മൾ ഈ കിതാബ് തിരഞ്ഞെടുക്കാനുള്ള കാരണവും അതാണ്. കാരണം സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ സാധാരണ ഈ കിതാബു തൗഹീദിന്റെയോ സലാസുൽ ഉസൂലിന്റെയോ അല്ലെങ്കിൽ ഖവായിദുൽ അർബഅ രീതിയെ വിട്ട്
ഈ ഒരു റൂട്ടിൽ ഇപ്പോൾ നമ്മൾ തർത്തീബ് കണ്ടല്ലോ, റുബൂബിയത്തിനെ പറഞ്ഞു, അടുത്ത ഉലൂഹിയത്തിനെ പറ്റി പറയും, പിന്നെ അസ്മാഉ സിഫാത്തിനെ പറ്റി പറയും, പിന്നെ അതിൻ്റെ ഓരോന്ന് തഫ്സീൽ ചെയ്ത് പറയും, അതിനെ മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളെ പറയും. അങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് എഴുതിയത് കൊണ്ടും ഏതൊരു സാധാരണക്കാരനും തുടക്കക്കാരനും തൗഹീദിൻ്റെ എല്ലാ ജാനിബുകളെയും മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ടുമാണ് ഈ ഒരു റിസാല, ഈ ഒരു കിതാബ് നമ്മൾ വായിക്കാൻ തിരഞ്ഞെടുത്തത്. فقد احتج بتفرده بالربوبية على استحقاقه للعبادة. അല്ലാഹു തആല റുബൂബിയത്തിൽ അല്ലാഹു ഏകനാണ് എന്നുള്ളത് ഇബാദത്തിന് അർഹനാണ് എന്നുള്ളതിനുള്ള ഹുജ്ജത്തായിക്കൊണ്ട്, തെളിവായിക്കൊണ്ട് അല്ലാഹു സ്ഥാപിച്ചത് കാണാം. വതൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുവല്ലദീ ഖലഖൽ ഖൽഖ മിൻ അജ്ലിഹി, അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു തആല സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുള്ളത്. സൂറത്ത് ദാരിയാത്തിലെ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഖാല തആല വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്ന് വർഗത്തെ ആവട്ടെ ഇൻസ് മനുഷ്യവർഗത്തെ ആവട്ടെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ എന്ന് പറയാണ്. വമഅന യഅ്ബുദൂൻ, യഅ്ബുദൂൻ എന്നുള്ളതിൻ്റെ അർത്ഥം യുഫ്രിദൂനനി ബിൽ ഇബാദ, അതായത് എന്നെ ഏകനാക്കണം ഇബാദത്തിൽ എന്നെ ഏകനാക്കണം. ولا يكون العبد موحدا بمجرد اعترافه بتوحيد الربوبيه, തൗഹീദ് റുബൂബിയത്ത് അംഗീകരിച്ചത് കൊണ്ട് മാത്രം ഒരു അടിമ മുവഹിദ് ആവുകയില്ല. ഹത്താ യുഖറ ബിതൗഹീദിൽ ഉലൂഹിയ, തൗഹീദുൽ ഉലൂഹിയ അംഗീകരിക്കുന്നത് വരെ. വയഖൂമ ബിഹ, അംഗീകരിച്ചാൽ മാത്രം പോരാ, അതനുസരിച്ചിട്ട് എല്ലാ കാര്യവും നിലകൊള്ളണം, അവൻ്റെ ജീവിതത്തിൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാകണം. വയില്ല, അതില്ല എങ്കിൽ ഫൈനൽ മുശ്രിക്കീന കാനു മുഖിറീന ബിതൗഹീദിർ റുബൂബിയ, ഏതുപോലെയാണ് അവസ്ഥ? മുശ്രിക്കീങ്ങൾ റുബൂബിയത്ത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. വലം യുദ്ഖിൽഹും ഫിൽ ഇസ്ലാം, അവരെന്തായിട്ടില്ല? ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇത് സാധാരണക്കാരായ ആളുകൾ ഇപ്പോഴും മനസ്സിലാകാതെ പോകുന്ന, അഥവാ ഈ ശിർക്കിൽ പെട്ടുപോയിട്ടുള്ള, അതിൻ്റെ ശുഭത്തിൽ പെട്ടുപോയിട്ടുള്ള ആളുകൾ ഇപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, അബൂജഹൽ അള്ളാഹുവിനെ വിളിച്ച് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ബദറിൻ്റെ സമയത്ത് അബൂജഹൽ മക്കത്ത് നിന്ന് ബദറിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ബുഖാരിയിലും അതുപോലെ തന്നെ തൊബരി തഫ്സീറിലും എല്ലാം കൊടുത്തിട്ടുള്ള ചില അസറുകളുടെ റിവായത്തുകളിലൊക്കെ കാണാം. അബൂജഹൽ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട്, കഅബയുടെ അടുത്ത് പോയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഈ രണ്ട് സംഘത്തിൽ ഏതാണോ ശരി, ഏതാണോ നിന്റെ മാർഗത്തിലുള്ളത്, നിനക്ക് വേണ്ടിയിട്ടുള്ളത്, അവരെ നീ ജയിപ്പിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് നിന്ന് ബദറിലെത്തിയിട്ട് അവിടെ വെച്ചിട്ടും പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവെ ഈ ഒരു സംഘത്തെ, ചെറിയ സംഘത്തെ നശിപ്പിച്ചാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു കൂട്ടർ ഇവിടെ ഉണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അബൂജഹൽ അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിച്ചത്? അബൂജഹൽ ഒരിക്കലും നമ്മുടെ നാടുകളിലെ ബഹുദൈവ വിശ്വാസികളെ, മുശ്രിക്കീങ്ങളെ പോലെ, അതായത് പിന്നെ മുസ്ലിങ്ങളായിട്ട് പറയുന്ന ആളുകളെ പോലെയുള്ള ആളല്ല അബൂജഹലും അബൂലഹബൊന്നും. അവർക്ക് അള്ളാഹുവിനെ അറിയാം, അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് റുബൂബിയത്ത് അവർ അംഗീകരിച്ചു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ അവരെന്തായിട്ടില്ല? അവർ മുസ്ലിം ആയിട്ടില്ല. അവർ മുസ്ലിം ആയിരുന്നെങ്കിൽ അവരായിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒരു മുസ്ലിമിൻ്റെ രക്തവും അഭിമാനവും സമ്പത്തൊക്കെ പരിശുദ്ധമാണ്, അത് ചെയ്യാൻ പാടില്ല, അത് എടുക്കാൻ പാടില്ല. പക്ഷേ അവരേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്തിട്ടുണ്ട്, അവർ ഇസ്ലാമിൽ അതുകൊണ്ട് പ്രവേശിച്ചിട്ടില്ല. വഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുശ്രിക്കീങ്ങളോട് അള്ളാഹുവിൻ്റെ റസൂൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. വഹും യുഖിറൂന ബി അന്നല്ലാഹു വൽ ഖാലിഖുർ റാസിഖ്, അവർ അള്ളാഹു സൃഷ്ടാവാണെന്നും ഉപജീവനം നൽകുന്നവനാണെന്നും എല്ലാം അംഗീകരിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യുദ്ധം ചെയ്തു. അൽ മുഹി അൽ മുമീത്ത്, ജനിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവനാണെന്ന് വിശ്വസിച്ചിട്ടും. കമാ ഖാല തആല, ഏതുപോലെ അല്ലാഹു തആല പറഞ്ഞതുപോലെ ചില ആയത്തുകൾ സൂറത്തു സുഖ്റുഫിലെ 87-ാമത്തെ ആയത്ത്, വല ഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്ന അല്ലാഹ്, അവരോട് ചോദിച്ചാൽ, നീ അവരോട് ചോദിച്ചാൽ ആരാണ് അവരെ സൃഷ്ടിച്ചത്, അവർ പറയും അല്ലാഹുവാണ്. വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന ഖലഖഹുന്നൽ അസീസുൽ അലീം, സൂറത്തു സുഖ്റുഫിലെ 9-ാമത്തെ ആയത്ത്, അവരോട് ചോദിക്കുകയാണ് ആരാണ് ആകാശ ഭൂമികളെ എല്ലാം സൃഷ്ടിച്ചത്, അവർ പറയും അസീസും അലീമുമായിട്ടുള്ള അല്ലാഹുവാണ്. ഖുൽ മൻ യർസുഖുഹും മിനസ് സമാഇ വൽ അർളി അമ്മൻ യംലികു സ്സംഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംർ ഫസയഖൂലൂന അല്ലാഹ്. സൂറത്ത് യൂനുസിലെ 31-ാമത്തെ ആയത്താണ്. അവരോട് ചോദിക്കുക, ആരാണ് നിങ്ങൾക്ക് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്ന് റിസ്ക് നൽകുന്നത്, ആരാണ് കേൾവിയും കാഴ്ചയും എല്ലാം അധികാരപ്പെടുത്തിയിട്ടുള്ളത്, ആരാണ് ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും പുറത്തു കൊണ്ടുവരുന്നത്, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അവർ പറയും ഫസയഖൂലൂന അല്ലാഹ്, അള്ളാഹുവാണത് എന്ന് പറയും, അത് അള്ളാഹുവാണെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ധാരാളം ആയത്തുകൾ അള്ളാഹു തആല പറയുന്നുണ്ട്. അവരത് അംഗീകരിച്ചിട്ടും അവർ മുസ്ലിമീങ്ങളായിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം,
നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും അള്ളാഹു റബ്ബാണ്, അള്ളാഹു സൃഷ്ടാവാണ്, അള്ളാഹു ഉപജീവനം നൽകുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മുസ്ലിം ആകുന്നില്ല. അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ മുസ്ലിം ആകുന്നില്ല. അള്ളാഹുവാണ് ഈ ആകാശഭൂമികളെ എല്ലാം സൃഷ്ടിച്ചത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ മുസ്ലിം ആകുന്നില്ല. ഗൗരവമുള്ള കാര്യമാണ്. വഹാദ കസീറും ഫിൽ ഖുർആൻ, ഇങ്ങനെ ധാരാളം ആയത്തുകൾ അള്ളാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫമൻ സഅമ അന്ന തൗഹീദ ഹുവൽ ഇഖ്റാറു ബിവുജൂദില്ലാ, ആരെങ്കിലും വാദിക്കുകയാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കലാണ് എന്നോ, അവിൽ ഇഖ്റാറു ബി അന്ന അല്ലാഹ ഹുവൽ ഖാലിഖുൽ മുതസർരിഫു ഫിൽ കൗൻ, അതല്ല സൃഷ്ടാവും കാര്യങ്ങളുടെ ഈ ഭൂമിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനും അള്ളാഹു ആണെന്ന് അംഗീകരിക്കലാണ് തൗഹീദ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വഖ്തസറ അലാ ഹാദൻ നൗ, ഈ ഇനത്തിൽ അഥവാ റുബൂബിയത്തിന്റെ ഇനത്തിൽ മാത്രം ചുരുക്കുകയാണ് എങ്കിൽ ലം യകുൻ ആരിഫൻ ബിഹഖീഖത്തി തൗഹീദി അല്ലദീ ദഅത് ഇലൈഹി റുസുൽ, അവൻ എന്ത് മനസ്സിലായിട്ടില്ല? റസൂലുകൾ ക്ഷണിച്ച തൗഹീദിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നവന് മനസ്സിലായിട്ടില്ല. എന്ത് തൗഹീദിലേക്കാണ് റസൂലുകൾ വിളിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. ലിഅന്നഹു വഖഫ ഇൻദൽ മൽസൂമി വതറകൽ ലാസിം, അവൻ മൽസൂം നിർബന്ധമാക്കപ്പെട്ടതിൻ്റെ അടുത്ത് നിന്നിട്ട് അത് എന്താണ് അതിന് നിർബന്ധമാക്കിയത് അതിനെ ഒഴിവാക്കുകയും ചെയ്തു. ഔ വഖഫ ഇൻദ ദലീൽ വതറകൽ മദ്ലൂല അലൈഹി, അവൻ തെളിവ് മാത്രം എടുത്തു, എന്താണ് അതിനെ അറിയിക്കുന്നതെന്ന് എടുത്തില്ല. ഇത് ഭാഷാപരമായിട്ടുള്ള മൻതിഖിലും ബയാനിലും മആനിലും ഉപയോഗിക്കുന്ന രീതിയാണ് ലാസിമ്, മൽസൂമ്, ദലീൽ, മദ്ലൂൽ. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാം. ഉദാഹരണത്തിന് മൽസൂം എന്നുള്ളത് ചൂടാണെന്ന് വിചാരിക്കുക, ലാസിം എന്നുള്ളത് തീയാണെന്ന് വിചാരിക്കുക. അതായത് ചൂടുണ്ട്, തീയിൻ്റെ ചൂടുണ്ട്. അപ്പോൾ ചൂട് അവൻ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ തീയിനെ അവൻ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല ആ നിലക്ക്. അല്ലെങ്കിൽ അങ്ങനെയല്ല, മൽസൂമ് എന്നുള്ളത് തീയ്, ലാസിമ് എന്നുള്ളത് തീ ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ, ചൂടുണ്ടാവുള്ളൂ. അതിന് ആ നിലക്ക് അതായത് ഉണ്ടാകേണ്ട കാര്യം, നിർബന്ധമാകുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതിനെ അവൻ ഒഴിവാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തെ മാത്രം സ്വീകരിക്കുക. അപ്പോൾ ദലീലും മദ്ലൂലും പറഞ്ഞ ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അതായത് തീയിൻ്റെ ഉദാഹരണത്തിന് തന്നെ നമ്മളിങ്ങനെ പോവാണ്, അപ്പോൾ അവിടെ ദൂരെ നിന്ന് ഇങ്ങനെ പുക വരുന്നുണ്ട്, പുക കുറേ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, അതൊരു ദലീലാണ്, അതൊരു കാര്യത്തെ അറിയിക്കുകയാണ്. എന്താ അറിയിക്കുന്നത്? ആ മദ്ലൂൽ എന്താണ്, അത് എന്തിനെ അറിയിക്കുന്നത്? അവിടെ തീ കത്തിയിട്ടുണ്ടാവും, അവിടെ തീ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതേപോലെ റുബൂബിയത്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. സൃഷ്ടിപ്പ് നടന്നിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഇതിൻ്റെ അർഹനായിട്ടുള്ളവൻ ആര് മാത്രമാണ്? ഇത് സൃഷ്ടിച്ചവനാണെന്നുള്ളതാണ്. അപ്പോൾ അതവർ വിട്ടുപോകുന്നു. അതായത് ദലീൽ ഇങ്ങനെ ബാഹ്യമായിട്ടുള്ള അറിയുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് അത് നിർബന്ധമാക്കുന്ന കാര്യത്തെ അവർ ഒഴിവാക്കുന്നു എന്നുള്ളത്. അതാണ് ഇവിടെ ഉദ്ദേശം. ഇവിടെ മൽസൂം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ റുബൂബിയത്ത്, ലാസിം എന്ന് പറഞ്ഞാൽ ഉലൂഹിയത്ത്, ദലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുബൂബിയത്ത്, മദ്ലൂൽ എന്ന് പറഞ്ഞാൽ ഉലൂഹിയത്ത്. അപ്പോൾ ഏതാണോ അവിടെ നമുക്ക് ഉണ്ടാകുന്നത് അത് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനോടൊപ്പം അല്ലെങ്കിൽ അത് നിർബന്ധമായിട്ടുണ്ടാകേണ്ട ഒരു കാര്യത്തെ എടുക്കുന്നില്ല. മൽസൂമും ലാസിമും പറഞ്ഞെടുത്ത് മാറിപ്പോയതാണ്. മൽസൂം എന്നുള്ളത് തീ കത്തിയാൽ എന്തുണ്ടാകും? തീ കത്തുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് വേണം? ചൂടുണ്ടാവണം. അപ്പോൾ റുബൂബിയത്ത് പറഞ്ഞാൽ തീയാണെന്ന് വിചാരിക്കുക. അപ്പോൾ റുബൂബിയത്ത് അംഗീകരിക്കുന്നുണ്ട്, തീ ഉണ്ട് എന്നൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആ തീ ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? ചൂടുണ്ടാവണം. എന്നാൽ ആ റുബൂബിയത്ത് അംഗീകരിക്കുന്നവൻ ആ റബ്ബിനാണ് ഇബാദത്ത് എന്നുള്ളത് അവൻ അംഗീകരിക്കുന്നില്ല. അതാണ് ഉദ്ദേശം. ലാസിം മൽസൂം ഭാഷാപരമായിട്ടുള്ള ചില ഉപയോഗങ്ങളാണ്. വമിൻ ഖസായിസിൽ ഉലൂഹിയ, എന്നിട്ട് ഈ ഒരു ബാബിലെ അവസാനത്തെ ഫസ്ല് അവസാനിപ്പിക്കുകയാണ്. ഉലൂഹിയത്തിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് അൽ കമാലുൽ മുത്ലഖ് മിൻ ജമീഇൽ വുജൂഹ്, അഥവാ ആരെയാണ് നമ്മൾ ഇലാഹാക്കേണ്ടത് എന്നുള്ളതിൽ ഉലൂഹിയത്തിന്റെ പ്രത്യേകതയാണ് എല്ലാ നിലക്കും പരിപൂർണതയുള്ളവനായിരിക്കണം. അല്ലദീ ലാ നഖ്സ ഫീഹി ബിവജ്ഹിൻ മിനൽ വുജൂഹ്, ഒരു നിലക്കും ഒരു ന്യൂനത ഉണ്ടാകാൻ പാടില്ല, ആ നിലക്ക് പരിപൂർണമായിരിക്കണം. വദാലിക യൂജിബു അൻ തകൂനൽ ഇബാദത്തു കുല്ലുഹാ ലഹു വഹ്ദ, അത് അങ്ങനെ ഒരാൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിന് എല്ലാ ഇബാദത്തും അവന് മാത്രമായി നിർബന്ധമാകും. വത്തഅദീം വൽ ഇജ്ലാൽ, മഹത്വപ്പെടുത്തുക. തഅലീമും ഇജ്ലാലും ഏകദേശം ഒരേ ആശയമാണ്, മഹത്വപ്പെടുത്തുക. വൽ ഖശിയത്തു വദ്ദുആ, ഭയം, ദുആ പ്രാർത്ഥന. വറജാ വൽ ഇനാബ, പ്രതീക്ഷ. അതുപോലെ തന്നെ മടങ്ങൽ, അള്ളാഹുവിലേക്ക് ആരിലേക്കാണോ മടങ്ങുക. ഇത് ഓരോന്നും ഇബാദത്താണ്, ഓരോന്നും അതിൻ്റെ തെളിവുകൾ എടുക്കാൻ നമുക്ക് പഠിക്കേണ്ടതുണ്ട്.
വതവക്കുൽ ബരമേൽപ്പിക്കുക, വലിസ്തിഗാസ സഹായം തേടുക, വഗായത്തു ദുല്ലി മഗായത്തുൽ ഹുബ് അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കുക, അങ്ങേയറ്റത്തെ ഇഷ്ടം കാണിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഉലൂഹിയത്ത് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ഇലാഹാകണമെങ്കിൽ അയാൾക്ക് എന്തുണ്ടായിരിക്കണം? കമാലുൽ മുത്ലഖ്, എല്ലാ നിലക്കും പരിപൂർണനായിട്ടുള്ള ഒരാളായിരിക്കണം. അങ്ങനെ ഒരാളുണ്ട് എങ്കിൽ ആ ആളെ ആയിരിക്കണം ഏറ്റവും മഹത്വപ്പെടുത്തേണ്ടതും, ആ ആളെ ആയിരിക്കണം ഭയപ്പെടേണ്ടത്, ആ ആളോടായിരിക്കണം ദുആ ചെയ്യേണ്ടത്, പ്രതീക്ഷ വെക്കേണ്ടത്, സഹായം ചോദിക്കേണ്ടത്, താഴ്മ കാണിക്കേണ്ടത്, ഇഷ്ടം കാണിക്കേണ്ടത് എല്ലാം. കുല്ലു ദാലിക യജിബു അഖ്ലൻ വശർഅൻ വഫിത്രതൻ, അയാളാണ് ഇതിനൊക്കെ അവകാശപ്പെട്ടത് എന്നുള്ളത് അഖ്ലൻ, ഒരാളുടെ ബുദ്ധി കൊണ്ട് തന്നെ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളുടെ ബുദ്ധി കൊണ്ട് തന്നെ, അതായത് ഒരു വ്യക്തിയുണ്ട്, ആ നമ്മൾ ചിന്തിക്കുക, ഒരു വ്യക്തി പറഞ്ഞാൽ ഒരാൾ, അയാൾ എല്ലാ നിലക്കും പരിപൂർണനാണ്, ഒരു കുറവുമില്ല, ഒരു ന്യൂനതയില്ല, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഈ കാര്യങ്ങൾക്ക് അർഹൻ എന്നുള്ളത് ഒരാളുടെ ബുദ്ധി കൊണ്ട് തന്നെ അംഗീകരിക്കാവുന്ന കാര്യമാണ്. വശർഅൻ, ശറഅ് കൊണ്ട്, ദീനിന്റെ ശരീഅത്ത് നിയമങ്ങൾ കൊണ്ട് നമുക്ക് സംശയമില്ല. വഫിത്രതൻ, അവന്റെ പ്രകൃതം കൊണ്ടും അത് അങ്ങനെയാണ്. അയ്യകൂന ലില്ലാഹി വഹ്ദഹു, അത് അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ളത്. അതായത് നമ്മൾ ആലോചിച്ചാൽ മതി, സത്യത്തിൽ ഈ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കും, അവർ ആരാധിക്കുന്ന ഇലാഹിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഒരുപാട് ആൾ ദൈവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, അഥവാ ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ തന്നെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കുന്ന ഒരുപാട്, എല്ലാ മതത്തിലുമുണ്ട് ആൾ ദൈവങ്ങൾ. നിങ്ങൾ ആ ആൾ ദൈവത്തിൻ്റെ ഒരു ചിന്ത ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഏതെങ്കിലും ഒരു തങ്ങൾ എന്നുള്ള പേരിലോ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ CM അടവൂർ പറഞ്ഞ ആൾക്ക് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടതാവും, അയാളെ കണ്ട ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ധാരാളം ആളുകൾ, അയാളെ നേരിട്ട് കണ്ടിട്ടുള്ള ആളുകൾ. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ മതത്തിലുള്ള അങ്ങനെ ധാരാളം ആൾ ദൈവങ്ങൾ, പല സന്യാസിമാരായിട്ടും പല രീതിയിലൊക്കെ പല പേരുകളിലൊക്കെ ആളുകളുണ്ട്. അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. അവരോട് വന്നിട്ട് ആളുകൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഇന്ന പ്രശ്നമുണ്ട്, ദാരിദ്ര്യമുണ്ട്, മാറ്റണം, ഇങ്ങനെ ആൾക്ക് രോഗമുണ്ട്, ഇന്നതാണ്ട് മാറ്റണം. അപ്പോൾ അവരാലോചിക്കുന്ന കാര്യം ആലോചിച്ച് നോക്കി. അവർക്ക് വിശക്കുന്നുണ്ട്, അവർക്ക് മലമൂത്ര വിസർജനം നടത്തണം, അവർക്ക് കിടന്നുറങ്ങണം, അവർക്ക് കുറേ ഇങ്ങനെ കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണം വരൂലേ, അവർക്ക് ഉറങ്ങണം. അവരെന്താ വിചാരിക്കുക? ഇവരെന്ത് പൊട്ടന്മാർ ഇന്നോട് വന്നിട്ട് ഇതൊക്കെ പറയുന്നതിൽ ആലോചിക്കുക. നമ്മൾ നോർമലി ഒന്ന് ആലോചിച്ചാൽ മതി. അവരുടെ ചിന്ത എന്തായിരിക്കും? നമ്മൾ ആലോചിച്ച ഈ ഇലാഹിന് വല്ല ഡയറിയൊക്കെ പിടിക്കുന്ന ആലോചിച്ച് നോക്കി. അയാൾ എന്താ അയാൾ ചെയ്യുക? അല്ലെങ്കിൽ അയാൾക്കൊരു പനി പിടിച്ചു, അയാൾ എന്താ ചെയ്യുക? ഈ ആളടുത്ത് വന്നിട്ടാണ് ഈ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നത്? ഇലാഹായി കാണുന്നത്. പല രീതിയിൽ പലതും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലൊക്കെ ഓരോ സന്യാസിമാരെ പോലുള്ള ആളുകളുടെയൊക്കെ ലൈംഗിക അവയവം വന്നിട്ട് ആരാധിക്കുന്ന ആളുകളുണ്ട്, അതിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പലതുണ്ട്. ഒരു പത്രത്തിൽ ഞാൻ വായിക്കാനിടയായി, നോർത്തിലെവിടെയോ ഒരു അമ്പലം, അവിടുത്തെ ദൈവം എലികളാണ്. ആ എലിക്ക് എന്തോ തിന്നാൻ കൊണ്ടുപോയി കൊടുക്കണം. ഇത് ഒരു പത്രത്തിൽ വായിച്ചതാ, വെറുതെ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. പത്രത്തിൽ ഒരു ന്യൂസായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു, പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴോ വായിച്ച. അങ്ങനെ പല രീതിയിൽ നമുക്കിന്ന് കാണാനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയും സുബ്ഹാനല്ലാഹ്, അവരുടെ അവസ്ഥ അവരെന്നെ ആലോചിക്കുന്നുണ്ടാവും ഇവരെന്ത് പൊട്ടന്മാരാണെന്നുള്ളത്. കാരണം അവർക്ക് വേറെ എന്തെങ്കിലും നേട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ വല്ല ശൈത്താനിയത്തോ സിഹറോ അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കണം. പക്ഷേ ഇതൊരിക്കലും ഒരു മനുഷ്യബുദ്ധിക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഈ പറഞ്ഞ ഇബാദത്തുകളൊക്കെ അർഹൻ, ഒരു ന്യൂനതയും ഇല്ലാത്ത, ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ലാത്ത, ഉറക്കമില്ലാത്ത, അല്ലെങ്കിൽ ഉറക്കം എന്താണ്, ഒരു കുറവാണ്. ഒരാൾക്ക് ക്ഷീണം വരുമ്പോൾ ഉണ്ടാവണതാണ്. ക്ഷീണമില്ലാത്ത ഒരാൾ, എല്ലാ നിലക്കും പരിപൂർണനായിട്ടുള്ളവൻ, അത് അള്ളാഹു മാത്രമാണ്, അഥവാ റബ്ബായ അള്ളാഹു മാത്രമാണ്. ഒരാൾ ബുദ്ധി കൊണ്ടാണെങ്കിലും അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും അവൻ്റെ ഫിത്രത്തിയായ കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും ഏത് നിലക്കാണെങ്കിലും ഇത് അള്ളാഹു അല്ലാതെ വേറൊരാൾക്കും എന്തല്ല, ഇത് യോജിച്ചതുമല്ല. സൃഷ്ടാവല്ലാത്ത ഒരാൾക്കും ഈ കാര്യങ്ങളൊന്നും യോജിച്ചതല്ല. സൃഷ്ടാവാകണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ സൃഷ്ടാവായിട്ടുള്ളൂ. ഇത്രയുമാണ് റുബൂബിയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹി കിതാബിൻ്റെ കൊടുക്കുന്നത്. അടുത്തത് തൗഹീദുൽ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ടതാണ്. അതിലുള്ള ഫസ്ലുകൾ ഏതെല്ലാമാണെന്നുള്ളത് ഒരു തലക്കെട്ട് നമുക്കൊന്ന് വായിക്കാം, ബാക്കി അടുത്ത വെർസിൽ വായിക്കാം. വയതവമ്മനുൽ ഫുസൂൽ അത്താലിയ, ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഫസ്ലുകൾ താഴെ കൊടുത്തിട്ടുള്ള. ഇത് രണ്ടാമത്തെ ബാബ, മൂന്നാമത്തെ ബാബ നിങ്ങളുടെ പ്രിന്റിൽ? രണ്ടാമത്തെ. ഇത് ശരിക്കും മൂന്നാമത്തെ അല്ലേ? ഒരു ആമുഖ മുഖദ്ദിമയുണ്ട് കഴിഞ്ഞ്.
ഫസ്ൽ റാബിയോ എടുത്തിട്ടില്ലേ? ബാബ് രണ്ടാമത്തെ, അപ്പോൾ ഒന്നാമത്തെ മുഖദ്ദിമയായിട്ട് പറഞ്ഞല്ലേ, എന്താട്ടെ. അൽ ഫസ്ലുൽ അവൽ, ഇതിൽ വന്നിട്ടുള്ള ഫസ്ലുകൾ ഫി മഅന തൗഹീദുൽ ഉലൂഹിയ വ അന്നഹു മൗദൂഉ ദഅവത്തിർ റുസുൽ. എന്താണ് തൗഹീദുൽ ഉലൂഹിയ? അത് പിന്നെ അതായിരുന്നു റസൂലുകളുടെ ദഅവത്ത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അൽ ഫസ്ലു ത്സാനി, രണ്ടാമത്തേതിൽ ഷഹാദത്താനി, രണ്ട് ഷഹാദത്തുകൾ, മഅനാഹുമ അതിന്റെ അർത്ഥം, അർക്കാനുഹുമ അതിന്റെ റുക്നുകൾ, ശുറൂത്തുഹുമ അതിന്റെ നിബന്ധനകൾ, മുക്തവാഹുമ അത് നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ, നവാഖിദുഹ അതിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ. അൽ ഫസ്ലു സാലിസ് തശ്രീഉ തഹ്ലീലു തഹ്രീമു ഹഖ്ഖുല്ലാഹ്, അള്ളാഹുവിൻ്റെ അവകാശങ്ങളാണ് ഒരു കാര്യം ശർആക്കുക, ഒരു കാര്യം ഹലാലാക്കുക, ഒരു കാര്യം ഹറാമാക്കുക എന്നുള്ളത്. അതുപോലെ തൗഹീദിൻ്റെ ഭാവമായി തൗഹീദുമായിട്ടുള്ള ബന്ധമൊക്കെ അതിൽ നമുക്ക് മനസ്സിലാക്കാം. അൽ ഫസ്ലു റാബി, നാലാമത്തേത് ഫിൽ ഇബാദ മഅനാഹ അൻവാഉഹ ശുമൂലുഹ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഇനങ്ങൾ, അതിൻ്റെ ഉൾക്കൊണ്ടിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. അൽ ഫസ്ലുൽ ഖാമിസ്, അഞ്ചാമത്തേത് ഫി ബയാനി മഫാഹീമ ഖാതിഅത്തിൻ ഫി തഹ്ദീദിൽ ഇബാദ, ഇബാദത്ത് നിർവഹിക്കുന്നതിൽ തെറ്റായ രീതിയിലുള്ള ചില മനസ്സിലാക്കുകൾ. തഖ്സീർ ഫി മദ്ലൂലിൽ ഇബാദത്തി അൽ ഗുലൂബ് ഫീഹ, അഥവാ ഇബാദത്തിൽ ഒന്നെങ്കിൽ കുറഞ്ഞു പോവുക അല്ലെങ്കിൽ പരിധി വിട്ടുപോവുക, ഇബാദത്തിൽ അല്പം കൂടിപ്പോവും, ഗുലൂബ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. അൽ ഫസ്ലു സാദിസ് ഫി ബയാനി റകായിസിൽ ഉബൂദിയത്തി സഹീഹ, ശരിയായ ഇബാദത്തിൻ്റെ സ്തംഭങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഹുബ്, ഖൗഫ്, ഖുദൂഅ്, റജാ എന്നുള്ള ഖൽബിൻ്റെ അമലുകൾ, ആ കാര്യങ്ങളാണ് പറയുന്നത്. ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഈ ഫസ്ലുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.